മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോയാൽ 2026 മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനാണ് എന്ന സർവേ ഫലമൊക്കെ ഇന്നലെ വലിയ രീതിയിലൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ആ സർവേ ഫലം ശശി തരൂർ തന്നെ ഷെയർ ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മറുപടിയുമായി, അതായത് തരൂരിന് മറുപടിയുമായിട്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും ആരോ കുക്കു ചെയ്ത സർവേ എന്നുമാണ് രമേശ് ചെന്നിത്തല ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. ലെവിൻ കെ വിജയൻ, ലെവിൻ, ചെന്നിത്തലയ്ക്ക് സർവേയിൽ വിശ്വാസമില്ല, പക്ഷേ തരൂരിന് പൂർണ്ണ വിശ്വാസവുമാണ്. ഇന്നലെയാണ് കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം ശശി തരൂർ പുറത്തുവിടുന്നത്. സ്വന്തം എക്സ് അക്കൗണ്ടിലൂടെ അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം. പക്ഷേ ആ സർവേ ഫലത്തെ കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ശശി തരൂരാണെന്നുള്ള കൂടുതൽ പേർ അഭിപ്രായം പങ്കുവെച്ച സർവേ ഫലത്തെ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിലെ പ്രബലനായ നേതാവുമായ രമേശ് ചെന്നിത്തല തള്ളിക്കളയുകയാണ്. അദ്ദേഹം ഈ സർവേയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതാരോ കുക്ക് ചെയ്ത് വിട്ട സർവേ ആണെന്നുള്ള പരിഹാസവും അദ്ദേഹം നൽകുന്നുണ്ട് ഈ ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടിയെക്കുറിച്ച്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകളും പുരോഗമിക്കുമ്പോഴാണ് ശശി തരൂർ സ്വയം പ്രഖ്യാപിത ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ തള്ളിക്കൊണ്ടുള്ള ചെന്നിത്തലയുടെ നിലപാടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്നുള്ള സ്വകാര്യ സർവേ ഫലം അദ്ദേഹം ഇന്നലെയാണ് പങ്കുവച്ചത്. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വിമർശനങ്ങൾ കൂടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടേതായിട്ടുള്ള ഈ പ്രതികരണം. ഏതായാലും ഓക്കെ ലെവിൻ, ശരി. 2026 മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനാണെന്ന സർവേ ഫലത്തിൽ ഇപ്പോൾ ചെന്നിത്തലയുടെ മറുപടിയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അടക്കം നൽകിയിരുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇപ്പോൾ തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിമത ശബ്ദം ഉയർത്തുന്നുണ്ട്, തനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പാർട്ടി പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂരിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ ഒന്നും പറയണ്ട, തിരിച്ചൊന്നും പറയേണ്ടതില്ല, തരൂർ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ എന്നൊരു നിലപാടൊക്കെ നേരത്തെ ഹൈക്കമാൻഡ് എടുത്തതൊക്കെയാണ്. ഇപ്പോൾ ചെന്നിത്തലയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.